ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെലിഗ്രാം ബോട്ടാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ്. ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നമുക്ക് എലിജിബിലിറ്റി ആവാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എയർപോഡ് എലിജിബിലിറ്റി കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എയർപോഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത മാസം ഈ ഒരു കോയിൻ ലിസ്റ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി ആയോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് ചോദ്യം എല്ലാവർക്കും മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും എക്സാമ്പിൾ മാത്രമാണ്, അടുത്ത മാസം മാത്രമേ അറിയത്തുള്ളൂ എന്താ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഈ ഒരു എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടി അവർ കുറച്ച് ക്രൈറ്റീരിയകൾ വെക്കും. ആ ക്രൈറ്റീരിയകൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ ഒരു എലിജിബിലിറ്റി കിട്ടുക. അപ്പോൾ ഒന്നാമത്തേയായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രോഫിറ്റ് പെർ ഹവർ. മാക്സിമം പ്രോഫിറ്റ് പെർ ഹവർ ആക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിൽ അതൊരു ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്കായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ 1 മില്യൺ കംപ്ലീറ്റ് ആയവർക്കായിരിക്കും, അതിന് മുകളിലോട്ടുള്ളവർക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ മാക്സിമം ഒന്ന് പ്രോഫിറ്റ് കൂട്ടാൻ ശ്രമിക്കുക. അടുത്തത് ഡെയിലി ചൈഫർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും. അതും അവർ നോക്കുമായിരിക്കും. ചിലപ്പം ഡെയിലി എന്നും ചൈഫർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാക്സിമം അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഡെയിലി കോംബോ, മൂന്നാമത്തെയാണ് ഡെയിലി കോംബോ. അപ്പോൾ എന്നും നമ്മൾ ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അതിനകത്ത് ടാസ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി റിവാർഡ്, എന്നും ഡെയിലി റിവാർഡ് ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ചെക്ക് ചെയ്ത് നോക്കും. അതിനും ഒരു എലിജിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു എയർപോർട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കാര്യം നമ്മുടെ ഈ കോയിൻസ് ഉണ്ടല്ലോ, ഈ കോയിൻസിന് യാതൊരു വിലയില്ലെന്ന് ഹാംസ്റ്റർ കോമ്പാക്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പം ഞാൻ 7ാമത്തെ ലെവലാണ്. മാക്സിമം 10 ലെവൽ വരെ ആക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു 9ാമത്തെ ലെവലായി കഴിഞ്ഞ് നമ്മൾ ഈ കോയിൻസ് ഒന്നും പർച്ചേസ് ചെയ്യാതെ ഈ കോയിൻസ് സേവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ സേവ് ചെയ്ത് 10ാമത്തെ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി നേടാൻ സാധ്യതയുണ്ട്. എന്തുമായാലും നമുക്ക് അടുത്ത മാസം കാത്തിരിക്കാം. ഏതൊരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തുമായാലും 50% ക്യാഷ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 50% കിട്ടത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. കാരണം 1 മില്യന് കൂടുതൽ വ്യൂസോ അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഉള്ളവർക്കായിരിക്കാം ഈ ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.